നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് കൊടുമ്പിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചത് കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി 72 വയസ്സുള്ള മാരിമുത്തു. പൊട്ടിവീണത് മോട്ടോർപുരയിലേക്കുള്ള വൈദ്യുതി കമ്പി. മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കവചിത സുരക്ഷാ ലൈനുകളാക്കാൻ KSEB ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ കലക്ടറുടെ നിർദ്ദേശം. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഓഗസ്റ്റ് 31 പൂർത്തിയാകുമെന്ന് യോഗത്തിൽ നിർവഹണ ഏജൻസിയുടെ ഉറപ്പ്. ജില്ലയിൽ പ്രകൃതിക്ഷോഭം മൂലം വീട് തകർന്നവർക്ക് ഓണത്തിനു മുമ്പ് സാമ്പത്തിക സഹായം. താഴെ പട്ടാമ്പി ജംഗ്ഷനിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മോണിറ്ററിംഗ് നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യം. കാഴ്ചക്കുറവുള്ള കാട്ടാന PT അഞ്ചാമനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്നതിന് മുന്നോടിയായി ദൗത്യസംഘം നിരീക്ഷണം തുടങ്ങി. ആനയുടെ ആരോഗ്യസ്ഥിതി ആദ്യം പരിശോധിക്കും. മയക്കുവെടി വയ്ക്കാനുള്ള തീയതിയും സ്ഥലവും തീരുമാനിക്കുക. ആനയെ നിരീക്ഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം. വാടാനംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കട്ടവിരിക്കൽ പൂർത്തിയാകുന്നതോടെ ആദ്യഘട്ടം ഇരുചക്രവാഹനങ്ങൾ മാത്രം കടത്തിവിടും. തിങ്കളാഴ്ച മുതൽ തന്നെ ഇരുചക്രവാഹനങ്ങൾ കടത്തിവിടാനായേക്കുമെന്ന് അധികൃതർ. പണി തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. പ്രധാന വെല്ലുവിളി പ്രതികൂല കാലാവസ്ഥ. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റീൽസ് ചിത്രീകരിക്കുന്നവർക്ക് ഇനി മുതൽ 1000 രൂപ പിഴ ചുമത്തും. നടപടി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലെന്ന് റെയിൽവേ. പാലക്കാട് ജില്ലയിലെ എല്ലാ റെയിൽവേ ട്രാക്കുകളിലും പ്രത്യേക നിരീക്ഷണമുണ്ടാകും. തൊഴിലാളികളുടെയും ക്ഷേമനിധികളുടെയും നിലനിൽപ്പ് ഇടതു സർക്കാരിനു കീഴിൽ സുരക്ഷിതമല്ലെന്ന് VK ശ്രീകണ്ഠൻ MP. ഇടതു സംഘടനകൾ തൊഴിലാളികളെ വഞ്ചിക്കുന്നു. പാലക്കാട്ട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ R നാരായണൻ മാസ്റ്റർ അനുസ്മരണം. മുള്ളൂർക്കര SN നഗറിൽ 150 മീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. നട്ടുപരിപാലിക്കുന്നതായി സംശയിക്കുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത് വടക്കാഞ്ചേരി എക്സൈസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ. മഴ ഉത്സവമാക്കി ചെറുതുരുത്തിയിലെ കലാസാംസ്കാരിക പ്രവർത്തകർ. നിള ക്യാമ്പസിൽ നടന്ന മഴോത്സവം വേറിട്ട അനുഭവമായി. മഴോത്സവം സംഘടിപ്പിച്ചത് കലാമണ്ഡലത്തിന്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ. മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. മണ്ണൂർ പത്തിരിപ്പാല റോഡിലെ കൈവരിയില്ലാത്ത കനാൽ പാലം അപകട ഭീഷണിയാകുന്നു. പൊതുമരാമത്ത് റോഡിലെ കനാൽ പാലം മണ്ണൂർ SBIക്ക് സമീപം. ഗതാഗത തിരക്കേറിയ പാതയിൽ അപകടക്കണിയായ പാലത്തിന് ഉടൻ കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. കർഷകന്റെ മരണത്തെ തുടർന്ന് മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കവചിത ലൈനുകളാക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാവിലെ 7 മണിയോടെ തോട്ടത്തിലേക്കെത്തിയ മാരിമുത്തുവിനെ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ഷോക്കേറ്റ് നിലയിൽ കണ്ടെത്തിയത്. 72 വയസ്സുള്ള മാരിമുത്തു തെങ്ങിൻ തോട്ടത്തിലെ മോട്ടോർപുരയിലേക്കുള്ള വൈദ്യുതി ലൈൻ പൊട്ടിവീണാണ് ഷോക്കേറ്റ് മരിച്ചത്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കർഷകന്റെ മരണത്തെ തുടർന്ന് മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കവചിത സുരക്ഷാ ലൈനുകളാക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മാരിമുത്തുവിൻ്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ വിവിധ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും PWDക്കും ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. വാടാനംകുറിശി ROB നിർമ്മാണം ഓഗസ്റ്റ് 31 പൂർത്തീകരിക്കുമെന്ന് നിർവഹണ ഏജൻസിയായ RBDCK യോഗത്തിൽ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരത്തും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുന്നത് വേഗത്തിലാക്കാനും
ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. പി മമ്മിക്കുട്ടി MLA ആണ് ഈ വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചത്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കത്ത് നൽകിയാൽ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നൽകണം. കെട്ടിടം ദുർബലമാണെങ്കിൽ പൊളിച്ചു നീക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കണം. പഴയ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മഴക്കാലത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണം. പൊളിച്ചു നീക്കാനുള്ള കെട്ടിടങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനാകാത്ത വിധം ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷിതമാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. സ്കൂൾ സമയത്ത് ഗതാഗത തിരക്കൊഴിവാക്കാനും സ്കൂൾ കോളേജ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ സമയക്രമം രാവിലെ 8 മണിയിലേക്ക് മാറ്റണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടു. ജില്ലയിൽ സ്കൂൾ സമയങ്ങളിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിനെതിരെ കർശന പരിശോധന നടത്തിവരുന്നതായി RTO അറിയിച്ചു. സംഭവത്തിൽ ചിറ്റൂർ മേനോൻപാറയിൽ കഴിഞ്ഞ ആഴ്ചയിൽ 6 വാഹനങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുള്ളതായും RTO വ്യക്തമാക്കി. ചിറ്റൂർ താലൂക്കിൽ ഒഴലപ്പതി വില്ലേജിൽ മല്ലമ്പതി ST കോളനി നിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമി അനധികൃതമായി രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ അർഹരായവർക്ക് തന്നെ ഭൂമി തിരിച്ചു നൽകുമെന്ന് ഡെപ്യൂട്ടി കലക്ടർ അറിയിച്ചു. ജീർണാവസ്ഥയിലായ വിത്തനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിലെ കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കെ ബാബു MLA ആണ് ഈ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുണ്ടൂർ തൂതാ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ്, ഡിവൈഡർ, സൈൻ ബോർഡ് എന്നിവ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നതായി KSTP അധികൃതർ അറിയിച്ചു. തച്ചമ്പാറ പഞ്ചായത്തിലെ അച്ചിലട്ടി കോളനിയിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റ് പദ്ധതിയുടെ പ്രവൃത്തി ഒക്ടോബറോടെ പൂർത്തിയാക്കുമെന്ന് ജില്ലാ നിർമ്മിതി കേന്ദ്രം അധികൃതർ യോഗത്തിൽ അറിയിച്ചു. വാളയാർ ഡാം ഡീസിൽറ്റേഷൻ പ്രവൃത്തിയുടെ ഭാഗമായി ഡാമിൻ്റെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ 15 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് പ്രവൃത്തിയുടെ നിർവഹണ ഏജൻസിയായ KEMDEL-ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പട്ടാമ്പി വാടാനംകുറിശി മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി ഈ വർഷം ഓഗസ്റ്റ് 31 പൂർത്തിയാകുമെന്ന് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായ RBDCK അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ജില്ലയിൽ പ്രകൃതിക്ഷോഭം മൂലം തകർന്ന വീടുകളുടെ നാശനഷ്ടം ഈ വർഷം ഓണത്തിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. പട്ടാമ്പി മണ്ഡലത്തിലെ താഴെ പട്ടാമ്പി ജംഗ്ഷനിൽ കയ്യേറ്റമൊഴിപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മോണിറ്ററിംഗ് നടത്തണമെന്ന് മുഹമ്മദ് മോഹസിൻ MLA ആവശ്യപ്പെട്ടു. ചൂരക്കോട് മല റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ചേർന്ന് ജനങ്ങളുമായി സംസാരിക്കണമെന്നും അധികൃതർക്ക് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA-മാരായ പി മമ്മിക്കുട്ടി, കെ ബാബു, KD പ്രസേനൻ, A പ്രഭാകരൻ, മുഹമ്മദ് മോഹസിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ADM കെ സുനിൽകുമാർ, RDO കെ മണികണ്ഠൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമ്മ നൈനാൻ, ആലത്തൂർ MP-യുടെ പ്രതിനിധി പൊന്നുകുട്ടൻ, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതിനിധി S വിനോദ് ബാബു, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് റോഡ് കട്ടവിരിക്കൽ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഇരുചക്ര വാഹനങ്ങൾ മാത്രം തിങ്കളാഴ്ച കടത്തിവിട്ടേക്കുമെന്ന് സൂചനയുണ്ട്. വാടാനംകുറിശിയിൽ കട്ടവിരിക്കൽ, ROBയുടെ സൈഡ് ഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ 2 ആഴ്ചയിലേറെയായി നടന്നുവരികയാണ്. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഇതുമൂലം യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. ഇരുവശങ്ങളിലേക്കും ബസ് ഇറങ്ങി കാൽനടയാത്രയായി പോകണം. 200 മീറ്ററോളം ദൂരമാണ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ നടക്കുന്നത്. സൈഡ് കോൺക്രീറ്റ് ചെയ്യലും കട്ടവിരിക്കൽ പ്രവൃത്തികളും അവസാന ഘട്ടത്തിലാണിപ്പോൾ. എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് കരാർ കമ്പനി അധികൃതരും പറയുന്നത്. ഇതിനായി കമ്പനി അധികൃതർ തന്നെ മേൽനോട്ടത്തിനായി എത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയും പ്രവൃത്തികൾ നടന്നു. എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ആരംഭത്തിൽ ബൈക്കുകൾ മാത്രം കടത്തിവിടാൻ പാത തിങ്കളാഴ്ച തുറന്നുകൊടുക്കാൻ സാധ്യതയുണ്ട്. യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് നിർമ്മാണ ചുമതലയുള്ള അധികൃതരും പറയുന്നത്. കഴിഞ്ഞിട്ടാണ് സാധനം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, നടന്നു വരണം. അവിടെ നിന്ന് നടന്നു പോയിട്ടാണ് സാധനം വാങ്ങാൻ എടുക്കാൻ. അപ്പോൾ എത്രയും വേഗം തുറക്കണം. അത് നമ്മൾ വല്ലാതെ ആവശ്യം തന്നെയാണ്. എന്താ ആഗ്രഹമാണ്, നടക്കുന്നില്ല, ബുദ്ധിമുട്ടിലാണ്. ഓക്കെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാഴ്ചക്കുറവുള്ള കാട്ടാന PT അഞ്ചാമനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്നതിന് മുന്നോടിയായി ദൗത്യസംഘം നിരീക്ഷണം തുടങ്ങി. ആനയുടെ ആരോഗ്യസ്ഥിതിയാണ് ആദ്യം
പരിശോധിക്കുക. മയക്കുവെടി നേരിടുന്നതിനുള്ള ആരോഗ്യം ആനയ്ക്കുണ്ടെന്ന് ഉറപ്പാക്കും. നേരിട്ടും ആനപ്പിണ്ടം പരിശോധിച്ചുമാണ് ആരോഗ്യം ഉറപ്പാക്കുക. ആനപ്പിണ്ടം പരിശോധിച്ച് അണുബാധ ഉൾപ്പെടെ രോഗങ്ങൾ കണ്ടെത്താമെന്ന് വിദഗ്ധർ പറയുന്നു. വെറ്റിനറി ഡോക്ടർമാരും മയക്കുവെടി വിദഗ്ധരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആനയെ നിരീക്ഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും മയക്കുവെടി വെക്കാനുള്ള തീയതിയും സ്ഥലവും തീരുമാനിക്കുക. വാഹനമെത്താനും ആനയെ കിടത്തി ചികിത്സിക്കാനും കഴിയുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കുക. ഇത്തരത്തിൽ 10-ലേറെ ഇടങ്ങൾ കണ്ടെത്തും. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ആനയെത്തിയാൽ മയക്കുവെടി ഉതിർക്കും. ശേഷം ചികിത്സ നൽകും. മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം വാളയാർ റേഞ്ച് ഓഫീസിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ആനയുടെ ചിത്രങ്ങളും മന്ത്രി പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലാളികളുടെയും ക്ഷേമനിധികളുടെയും നിലനിൽപ്പ് ഇടതു സർക്കാരിന് കീഴിൽ സുരക്ഷിതമല്ലെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച R. നാരായണൻ മാസ്റ്റർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MP. ഇടത് സംഘടനകൾ തൊഴിലാളികളെ മനഃപൂർവ്വം മറക്കുകയാണെന്നും VK ശ്രീകണ്ഠൻ MP കുറ്റപ്പെടുത്തി. തൊഴിലാളികളെ സംഘടിപ്പിക്കുക മാത്രമല്ല, തൊഴിലാളികൾക്ക് ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനും നാരായണൻ മാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. അച്ചടക്കത്തോടെയും ദിശാബോധത്തോടെയും തൊഴിലാളി സംഘടനാ പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് B&RWF ശക്തമായ സംഘടനയായി മാറിയത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായി തൊഴിലാളി സംഘടനയെ എങ്ങനെ ചലിപ്പിക്കണമെന്ന രാഷ്ട്രീയ മാതൃകയാണ് നാരായണൻ മാസ്റ്റർ. കേരളത്തിലെ ദുർഭരണത്തിനെതിരെ തൊഴിലാളികൾ സംഘടിതമായി രംഗത്തിറങ്ങണമെന്നും MP ആവശ്യപ്പെട്ടു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് MP പുരസ്കാരം നൽകി. B&RWF പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA മാരായ KA ചന്ദ്രൻ, VC കബീർ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി M ഹരിദാസ്, സരസ്വതി രാമചന്ദ്രൻ, മാലതി കൃഷ്ണൻ, NA കരീം, ജോൺ പാഴേരി, PV മുഹമ്മദ് അലി, N ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര SN നഗറിൽ നിന്ന് 150 മീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ടെന്നും ചെടിക്ക് 4 മാസത്തോളം വളർച്ചയുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റീൽസ് ചിത്രീകരിക്കുന്നവർക്ക് ഇനി മുതൽ 1000 രൂപ പിഴ ചുമത്തുമെന്ന് റെയിൽവേ അധികൃതർ. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ എല്ലാ റെയിൽവേ ട്രാക്കുകളിലും സ്റ്റേഷനുകളിലും പ്രത്യേക നിരീക്ഷണമുണ്ടാകും. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പശ്ചാത്തലത്തിലുമാണ് റെയിൽവേയുടെ കർശനമായ തീരുമാനം. ട്രെയിനുകൾ, റെയിൽവേ ട്രാക്കുകൾ, സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നിരവധി പേർക്ക് അപകടം സംഭവിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ട്രെയിനിടിച്ച് മരിച്ച ദാരുണ സംഭവങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ തടയാനും റെയിൽവേ മുന്നിട്ടിറങ്ങിയത്. റീൽസ് ചിത്രീകരിക്കുന്നത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ റെയിൽവേ നിയമങ്ങൾക്കനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് നിലവിൽ അനുമതിയില്ല. ഫോട്ടോ എടുക്കാൻ മാത്രമാണ് അനുവാദമുള്ളത്. റെയിൽവേ സ്റ്റേഷനുകളിൽ റീൽസ് ചിത്രീകരണം നിരീക്ഷിക്കാനും നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാനും റെയിൽവേ പോലീസിനെയും റെയിൽവേ സംരക്ഷണ സേനാംഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നിരീക്ഷണ ക്യാമറകളിലൂടെയും റെയിൽവേ അധികൃതർ സ്റ്റേഷനുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൈവരിയില്ലാത്ത കനാൽ പാലം വാഹനഗതാഗതത്തിന് ഭീഷണിയാകുന്നു. മണ്ണൂർ പത്തിരിപ്പാല പൊതുമരാമത്ത് റോഡിൽ മണ്ണൂർ SBIക്ക് സമീപത്തെ കനാൽ പാലത്തിലാണ് കൈവരിയില്ലാത്തത്. നൂറുകണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാതയാണിത്. അടിതെറ്റിയാൽ വാഹനങ്ങൾ ആഴമുള്ള കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദിനംപ്രതി സ്വകാര്യ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന പാതയിലാണ് ഇരുവശവും കൈവരിയില്ലാതെ കിടക്കുന്നത്. അടിതെറ്റിയാൽ വാഹനങ്ങൾ ആഴമുള്ള കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. കൂടാതെ ഈ ഭാഗം കാട് മൂടിയതിനാൽ റോഡിന് തൊട്ടുരുമിയുള്ള കനാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. കനാൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ റോഡ്
വീതിയും കുറവായതിനാൽ അപകടത്തിന് ആക്കം കൂട്ടുന്നു. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ കനാലിലേക്ക് മറിയാൻ സാധ്യതയേറെയാണ്. കനാൽ പാലത്തിന് കൈവരി സ്ഥാപിക്കണമെന്നാണ് ജനകീയ ആവശ്യം. കാണുന്നത് കനാൽ പാലം SBIന്റെ തൊട്ടാണ്. വളരെ വീതി കുറവാണ്, കൈവരി ഉയരമില്ല. വണ്ടികളൊക്കെ കയറിയ ഉയരുന്ന അപകടം സംഭവിച്ചിട്ടുണ്ട്. അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൈവരി കെട്ടി അതിനെ ഇത് കുറയ്ക്കണമെന്ന് അധികൃതരോട് പറയാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കനത്ത മഴയിൽ കുന്നംകുളം പഴുന്നാനയിൽ കെട്ടിടം തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന കോൺക്രീറ്റ് കെട്ടിടം ഒന്നാകെ റോഡിലേക്ക് നിലം പതിക്കുകയായിരുന്നു. ജനവാസ മേഖലയിലായിരുന്നു അപകടം. കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് മേൽക്കൂര ഒന്നാകെ റോഡിലേക്കാണ് പതിച്ചത്. പുലർച്ചെയായതിനാൽ റോഡിൽ ആളുകളില്ലാത്തത് വലിയ അപകടമൊഴിവാക്കി. സാധു സംരക്ഷണ സമിതി ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വാർഡ് മെമ്പർ ഷഹീദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചെറുതുരുത്തിയിലെ കലാസാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മഴോത്സവം സംഘടിപ്പിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന പരിപാടി UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ലക്ഷ്യം വെച്ച് 2016 മുതൽ ഈ പ്രവർത്തനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 2016 മുതൽ അവരപ്പുറത്തിൻ്റെ പുറകുവശത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുൻകാലങ്ങളിലെ വിവിധ തരത്തിലുള്ള കാലാവസ്ഥയെ സംബന്ധിച്ച റിപ്പോർട്ടും അതിൻ്റെ കട്ടിങ്സും ഇതെല്ലാം വെച്ചാണ് ചർച്ച. പിന്നീട് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രകൃതിയെ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രകൃതി തിരിച്ച് സ്നേഹിക്കും എന്ന ഒരു സന്ദേശം പറഞ്ഞുകൊണ്ടാണ് അവർ പരസ്പരം ചർച്ചകൾ നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റ് KV ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, PN ഗോപികൃഷ്ണൻ, ഡോക്ടർ സംഗീത ചേനമ്പുല്ലി, അജിത് കിഷോർ, ഡോക്ടർ VC ദീപ, MR ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. സുബിൻ ചെറുതുരുത്തിയുടെ ജെൽ ആർട്ട് വരകളുടെ ചിത്രപ്രദർശനമുണ്ടായി. 2017 മുതൽ മഴോത്സവം നടത്തിവരാറുണ്ട്. കേരള കലാമണ്ഡലത്തിൻ്റെയും വള്ളത്തോൾ നഗർ പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ നിള ക്യാമ്പസിലാണ് മഴോത്സവം. മഴയെ അവലംബമാക്കി നിരവധി പരിപാടികളാണ് വൈകിട്ട് 5 വരെ സംഘടിപ്പിച്ചത്. പ്രശസ്ത കവികളും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുത്ത മഴോത്സവത്തിൽ കവിതയും മഴയും, സിനിമയിലെ മഴ, മഴയും കൃഷിയും, മഴക്കാല ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ചർച്ചയും, മഴക്കവിതകൾ, മഴപ്പാട്ടുകൾ, സുധീർ മുള്ളൂർക്കരയുടെ പുള്ളുവൻ പാട്ട്, വാദ്യസമന്വയം, ടൈഗർ സൈബീരിയൻ ഹസ്കി നാടകം, വയലിൻ, നൃത്തശില്പം, ജൽ വരകൾ, മഴച്ചിത്രങ്ങൾ, മഴയറിവുകൾ, മഴയോർമ്മകൾ പങ്കുവയ്ക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ പുതിയ വഴിപാട് കൗണ്ടറും ഓഫീസും തുറന്നു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ OK ബേബി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ഏറെക്കാലമായി ഭക്തരുടെ ആഗ്രഹമായിരുന്ന പുതിയ വഴിപാട് കൗണ്ടർ ഓഫീസ് കെട്ടിട നിർമ്മാണവുമാണ് ഞായറാഴ്ച സഫലമായത്. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ OK ബേബി ശങ്കർ ഓഫീസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാട്ട് മുഖവും കിഴക്കോട്ട് മുഖവും ശിവക്ഷേത്രത്തിൻ്റെ പ്രാധാന്യങ്ങളാണ്. ആ പടിഞ്ഞാട്ട് കിഴക്കോട്ട് മുഖമുള്ള ക്ഷേത്രത്തോടനുബന്ധിച്ച് പറയുമ്പോൾ ഗംഗയ്ക്ക് തുല്യമായ പുഴയുടെ സാന്നിധ്യം പോലും ഈ ക്ഷേത്ര പരിസരങ്ങളിലുണ്ട് എന്ന് ബഹുമാന്യനായ തന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. കാരണം ഇപ്പോൾ നമ്മുടെ
പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രങ്ങളും ശ്രീ ശങ്കരാചാര്യരാൽ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നാരായണത്വ ഭ്രാന്തനാൽ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രങ്ങളും വളരെയധികം പൗരാണികമായ പ്രാധാന്യങ്ങളുള്ള ക്ഷേത്രങ്ങളടങ്ങിയ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരങ്ങളും അടങ്ങിയ ഒരു സഞ്ചയമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ. ബ്രഹ്മശ്രീ ഭവത്രാതൻ നമ്പൂതിരിയിൽ നിന്നും ആദ്യ വഴിപാട് രസീത് OK ബേബിശങ്കർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കലും അനുഗ്രഹ പ്രഭാഷണവും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭവത്രാതൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP പ്രകാശ് അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി സെക്രട്ടറി CV ശ്രീകുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹനചന്ദ്രൻ സ്വാഗതവും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി E ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. മുഖ്യാതിഥികളെ CP രാമൻ ആദരിച്ചു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാനവരാശിയുടെ സകല മേഖലയ്ക്കും മാതൃകാപരമാണ് നബി ജീവിതമെന്ന് SMF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് കുഞ്ഞിത്തങ്ങൾ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ നടത്തുന്ന ത്രൈമാസ റബി ക്യാമ്പയിൻ വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വം നൽകിയ മഹാന്മാരുടെ പേരുകളാണ് ഞാൻ ഈ മുള്ളൂർക്കരയെ ഓർക്കുമ്പോൾ അനുസ്മരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ജമിയത്തുൽ ഉലമയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലും മുമ്പ് നമുക്ക് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ദഅവത്ത് നടത്തിയ മഹാന്മാരായിരുന്നു മഹാനായ മർഹൂം വെട്ടിക്കാട്ടിരി ഇമ്പിച്ചി മുസ്ലിയാരും ആറ്റൂർ അബുഹാജിയും. തൃശ്ശൂർ ജില്ലയിൽ ഈ ചെറുതുരുത്തി പാലത്തിൻ്റെ ഭാഗത്തേക്ക് അന്ന് സമസ്തയുടെ സന്ദേശവുമായി SMFൻ്റെ സന്ദേശവുമായി ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാരും ഹൈദ്രൂസ് മുസ്ലിയാരും ഡോക്ടർ U ബാപ്പുട്ടി ഹാജിയും ചെറുതുരുത്തി പാലത്തിൻ്റെ സമീപത്ത് എത്തിയാൽ അവരെ സ്വീകരിക്കാൻ പോയിരുന്ന പ്രമുഖരിലൊരാളായിരുന്നു ബഹുമാനപ്പെട്ട ആറ്റൂർ അബുഹാജി. മുള്ളൂർക്കര വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സംഗമത്തിൽ മേഖലാ പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പ്രമേയ പ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ഫൈസി ആമുഖ പ്രഭാഷണവും നടത്തി. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളായ അബ്ദുറഹ്മാൻ ദാരിമി, സലീം ഫൈസി, സയ്യിദ് നജിമുദ്ദീൻ തങ്ങൾ, A അഷ്റഫ് ദാരിമി, BAM അജ്മൽ ബാക്കവി, KM മുഹമ്മദ് ഹാജി, KM ഉമ്മർ മാസ്റ്റർ, KK മരക്കാർ ഹാജി, സലീം ഉദുവടി, നിഷാദ് ചെമ്പോട്, PK മൂസ, PS ഖമറുദ്ദീൻ മൗലവി, KA അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. SMF വടക്കാഞ്ചേരി മേഖലാ വർക്കിംഗ് സെക്രട്ടറി ഷഹീർ ദേശമംഗലം സ്വാഗതവും ജനറൽ സെക്രട്ടറി MS മുഹമ്മദ് കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഉദരസംബന്ധമായ അപൂർവ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന 6 വയസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. നെടുങ്ങോട്ടൂർ സ്വദേശി ശശിയുടെ മകൻ ഷെറൂൺ ശശിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ 15 ലക്ഷം രൂപ വേണം. നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും വലിയ തുകയാണിതെന്നും ഉദാരമതികൾ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കൈകോർക്കണമെന്നും ചികിത്സാ സഹായ സമിതി ചെയർമാൻ കൂടിയായ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഷൊർണൂർ നെടുങ്ങോട്ടൂർ കൊട്ടിരിങ്ങൽ ശശിയുടെയും ശാരദയുടെയും മകനാണ് പരുത്തിപ്ര TMS LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ 6 വയസ്സുകാരൻ ഷെറൂൺ ശശി. ഉദരസംബന്ധമായ അസുഖം മൂലം ആന്തരിക രക്തസ്രാവവും ആന്തരിക അവയവങ്ങൾക്ക് പ്രവർത്തന വൈകല്യവും കണ്ടെത്തിയതിൻ്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചികിത്സയ്ക്ക് ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഭീമമായ ഈ തുക കണ്ടെത്തുക നിർധന കുടുംബത്തെ സംബന്ധിച്ച് അസാധ്യമാണ്. ഇവർക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല. കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ അനിവാര്യമാണെന്ന് ഷെറൂൺ ശശി ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA എന്നിവർ രക്ഷാധികാരികളായും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ചെയർമാനായും കൗൺസിലർ
പി സിന്ധു കൺവീനറായും ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സമിതി ചെയർമാൻ്റെയും കൺവീനറുടെയും പേരിൽ സംയുക്തമായി കേരള ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നും സുമനസ്സുകൾ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ അകമഴിഞ്ഞ് സഹായിക്കണമെന്നും സമിതി ചെയർമാൻ കൂടിയായ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 402141067419 അക്കൗണ്ട് നമ്പർ. IFSC കോഡ് KLGB 0040284. ഹോസ്പിറ്റലുകാരുമായി ബന്ധപ്പെട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഏതാണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 15 ലക്ഷം രൂപയുടെ ചെലവ് വരും എന്നാണ് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വിവരം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് തന്നെ ഷൊർണൂർ വന്ന നെടുങ്ങോട്ടൂർ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ആ ജനകീയ കമ്മിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വളരെ നിർധനരായിട്ടുള്ളൊരു കുടുംബമാണ്. സ്വന്തമായിട്ട് വീടോ സ്ഥലവും ഇല്ല, വാടകയ്ക്കാണ് ശശിയും ശാരദയും കൂടി താമസിക്കുന്നത്. ഏക മകനാണ്. അപ്പം അവർക്ക് ഇത്രയും ഭീമമായിട്ടുള്ള സംഖ്യ സ്വരൂപിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് നാട്ടിലെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട പാലക്കാട് MP VK ശ്രീകണ്ഠൻ, അതുപോലെ ഷൊർണൂർ മണ്ഡലം MLA ആയിട്ടുള്ള P മമ്മിക്കുട്ടി, രക്ഷാധികാരികളായിട്ടും നഗരസഭ ചെയർമാൻ അതിൻ്റെ ചെയർമാനായി, ആ വാർഡിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള സിന്ധു അതിൻ്റെ കൺവീനറായിട്ടും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി സന്നദ്ധ പ്രവർത്തകർ അതിൻ്റെ ഭാരവാഹികളായി, ഉപഭാരവാഹികളായി കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത്. വാർത്താസമ്മേളനത്തിൽ സമിതി കൺവീനർ P സിന്ധു, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, TMS LP സ്കൂൾ പ്രധാന അധ്യാപിക നജാദ്, IML പ്രതിനിധി അബ്ദുൽ അസീസ്, PTA പ്രസിഡന്റ് രമ്യചന്ദ്രൻ, സ്കൂൾ മാനേജർ P സിജു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മങ്കരയിൽ കാർഗിൽ 26ാമത് വിജയ് ദിനം ആചരിച്ചു. പൊതുപ്രവർത്തകൻ കല്ലൂർ കനകദാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മങ്കുർശി, KK റഹ്മാൻ, സ്വാമി കിഷോർ ശാന്തി, ലീല ബാലകൃഷ്ണൻ, അരങ്ങാട്ടിൽ സുനിൽ, കല്ലൂർ ബാലന്റെ മക്കളായ രതീഷ്, രാജേഷ് എന്നിവരും പങ്കെടുത്തു. ഇന്ത്യൻ മഹാരാജ്യത്തിന് വേണ്ടി 1999 കാർഗിലിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളുടെ സൈന്യം പാകിസ്ഥാൻ അധിനിവേശം ചെയ്തിട്ടുള്ള ഭൂമിയിലേക്ക് കടന്നു കയറുകയും ആ ഭൂമിയെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 527 ജവാന്മാർ വീരമൃത്യു പ്രാപിച്ചു. നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥലം തിരിച്ചു കിട്ടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് പുത്തൂർ ശ്രീ തിരുവുരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം മേൽശാന്തി ശശി നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ നെൽക്കതിരേന്തി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. തുടർന്ന് കതിർ പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് നൽകി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിലെ സാഹിത്യ സമാജം അധ്യാപകൻ അൻവർ തച്ചോത്ത് ഉദ്ഘാടനം ചെയ്തു. S ശാന്തിലാൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P സിനി സ്വാഗതവും T നിമിഷ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വേദനകളില്ലാത്ത ലോകത്തേക്ക് അനിത മടങ്ങി. അർബുദ രോഗബാധിതയായ യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഒരു നാടാകെ കൈകോർത്തെങ്കിലും പ്രയത്നങ്ങൾ ഫലം കണ്ടില്ല. കഴിഞ്ഞ 4 വർഷമായി അർബുദത്തോടെ പൊരുതുകയായിരുന്നു ഷൊർണൂർ നമ്പ്രം സ്വദേശിനിയായ 41 വയസ്സുള്ള അനിത.
വയറുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോഴാണ് അർബുദ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. പിന്നീട് ശ്രീചിത്രയിലും തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തുടർന്നു. ഈ അടുത്താണ് രോഗം മൂർച്ഛിച്ചത്. വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഇന്നലെ ഉച്ചയ്ക്ക് ചികിത്സയിലിരിക്കെ 12 മണിയോടെയാണ് നാടിൻ്റെ പ്രതീക്ഷ കെട്ടടങ്ങിയത്. അനിതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി പ്രദേശത്തെ യുവധാര ക്ലബ്ബ് താങ്ങും തണലുമായി നിന്നിരുന്നു. പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയിൽ ബിരിയാണി ചാലഞ്ചിലൂടെ ധനസമാഹരണവും നടത്തി. ഈ തുകയും വിവിധ ചികിത്സാ സഹായങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് അനിതയുടെ ചികിത്സ നടത്തിപ്പോന്നിരുന്നത്. ചികിത്സയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന സുമനസ്സുകളോട് നന്ദി പറയുകയാണ് പ്രദേശത്തെ ചെറുപ്പക്കാർ. വേദനകളില്ലാത്ത ലോകത്തേക്ക് വിട പറഞ്ഞ യുവതിയുടെ വിങ്ങുന്ന ഓർമ്മകളുമായി. ഷൊർണൂർ നഗരസഭയിലെ നമ്പ്രം പ്രദേശത്ത് കണ്ണൻ്റെ ഭാര്യ അനിത, 41 വയസ്സായ ഞങ്ങളുടെ പ്രിയ സഹോദരി ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 2 മണിക്ക് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു മരണം. കുറച്ചു കാലങ്ങളായി ക്യാൻസർ രോഗബാധിതയായിരുന്നു. ഒരു നാടാകെ ഒരുമിച്ച് നിന്ന് ചേർത്ത് പിടിച്ച് എന്നാലും ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു സമയത്ത് ഒരു 1.5 വർഷക്കാലം മുന്നേ യുവധാര പറഞ്ഞ വലിയൊരു യുവജന കൂട്ടായ്മ 10-75 ചെറുപ്പക്കാരോടുകൂടി ഒരു ബിരിയാണി ചലഞ്ച് എന്ന ഒരു പരിപാടി ഇവരുടെ ചികിത്സാർത്ഥം സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഈ പ്രദേശത്തെയും പുറത്തെയും ആളുകളൊക്കെ വലിയ രീതിയിൽ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ അറിഞ്ഞും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ നേരിട്ടും സഹായങ്ങളൊക്കെ എത്തിച്ചു. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് വേണ്ടി വലിയൊരു പരിശ്രമമാണ് യുവധാര പോലുള്ള ക്ലബ്ബും അതുപോലെ പരിസരത്തെ ഞങ്ങളെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. സംസ്ഥാനത്ത് ജയിൽ സുരക്ഷ സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ജയിലുകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കുറ്റവാളികൾക്ക് പുറത്തു ചാടാൻ കഴിയുമെന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നു. ജയിലുകളിൽ ക്രിമിനലുകൾക്ക് സുഖവാസമാണെന്നും ആക്ഷേപമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാറ്റൊലിയിലേക്ക്. നമസ്കാരം. പ്രതികളെ ഇറങ്ങിപ്പോകുന്ന വാർത്തകളെല്ലാം കണ്ടു. പക്ഷേ ജയിലുകളിൽ സുരക്ഷ വളരെ ശക്തമാക്കേണ്ടത് അത്യപ്രധാനമാണ്. ഇതിന് പുതിയ ജയിലുകൾ ഇനി ആവശ്യമാണോ? പുതിയ ജയിലുകൾ കാരണം ആവശ്യമാണോ? ഉള്ള ജയിലുകൾ നവീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ സുരക്ഷ ഇനി ശക്തമാക്കണം തന്നെയാണ്. സുരക്ഷ ശക്തമാക്കണം. വിയ്യൂർ ജയിലുമാരിക്ക് എല്ലാ ജയിലുകളും ആ സുരക്ഷാ ക്രമീകരണത്തിൽ നടപ്പാക്കുകയാണ് നല്ലത്. കേരളത്തിൽ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ, അതേപോലെ വിയ്യൂർ സെൻട്രൽ ജയിൽ, പൂജാപുരം സെൻട്രൽ ജയിൽ, അങ്ങനെ 3-4 ജയിലുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ കേരളത്തിലെ ജയിലുകൾ ഇവിടെ ഇപ്പോൾ തടവുകാരും ചാടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കേസിലെ പ്രതികളപ്പോൾ ചാടിയിട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പറയാം, വാടാനാകുറിച്ചി അടുത്ത് തന്നെ ഷൊർണൂർ സൗമ്യനെ കൊലപ്പെടുത്തിയ ആ പ്രതി ജയിലിൽ ചാടിയത് ഒരു ജയിലിൻ്റെ സുരക്ഷയുടെ ഭയങ്കര ഒരു പരാജയമാണ് അവിടെ സംഭവിച്ചത്. ഇനി നാളെ മേലാക്കും ഇങ്ങനെ സംഭവം വരാതിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തണം ഗവൺമെൻറ്. ഒരു കാരണവശാലും കുറ്റവാളി ഒരു കാരണവശാലും ജയിൽ ചാടാൻ പാടില്ലാണ് ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കൊടുമ്പിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചത് കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി 72 വയസ്സുള്ള മാരിമുത്തു. പൊട്ടിവീണത് മോട്ടോർപുരയിലേക്കുള്ള വൈദ്യുതി കമ്പി. മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കവചിത സുരക്ഷാ ലൈനുകളാക്കാൻ KSEB ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ കലക്ടറുടെ നിർദ്ദേശം. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഓഗസ്റ്റ് 31-ന് പൂർത്തിയാകുമെന്ന് യോഗത്തിൽ നിർവഹണ ഏജൻസിയുടെ ഉറപ്പ്. ജില്ലയിൽ പ്രകൃതിക്ഷോഭം മൂലം വീട് തകർന്നവർക്ക് ഓണത്തിനു മുമ്പ് സാമ്പത്തിക സഹായം. താഴെ പട്ടാമ്പി ജംഗ്ഷനിൽ കയ്യേറ്റമൊഴിപ്പിക്കാൻ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മോണിറ്ററിംഗ് നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യം.
കാഴ്ചക്കുറവുള്ള കാട്ടാന പീട്ടി അഞ്ചാമനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്നതിന് മുന്നോടിയായി ദൗത്യസംഘം നിരീക്ഷണം തുടങ്ങി. ആനയുടെ ആരോഗ്യസ്ഥിതി ആദ്യം പരിശോധിക്കും. മയക്കുവെടി വെക്കാനുള്ള തീയതിയും സ്ഥലവും തീരുമാനിക്കുക. ആനയെ നിരീക്ഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം. വാടാനംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കട്ടവിരിക്കൽ പൂർത്തിയാകുന്നതോടെ ആദ്യഘട്ടം ഇരുചക്രവാഹനങ്ങൾ മാത്രം കടത്തിവിടും. തിങ്കളാഴ്ച മുതൽ തന്നെ ഇരുചക്രവാഹനങ്ങൾ കടത്തിവിടാനായേക്കുമെന്ന് അധികൃതർ. പണി തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. പ്രധാന വെല്ലുവിളി പ്രതികൂല കാലാവസ്ഥ. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റീൽസ് ചിത്രീകരിക്കുന്നവർക്ക് ഇനി മുതൽ 1000 രൂപ പിഴ ചുമത്തും. നടപടി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലെന്ന് റെയിൽവേ. പാലക്കാട് ജില്ലയിലെ എല്ലാ റെയിൽവേ ട്രാക്കുകളിലും പ്രത്യേക നിരീക്ഷണമുണ്ടാകും. തൊഴിലാളികളുടെയും ക്ഷേമനിധികളുടെയും നിലനിൽപ്പ് ഇടതു സർക്കാരിന് കീഴിൽ സുരക്ഷിതമല്ലെന്ന് VK ശ്രീകണ്ഠൻ MP. ഇടതു സംഘടനകൾ തൊഴിലാളികളെ വഞ്ചിക്കുന്നു. പാലക്കാട്ട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ R നാരായണൻ മാസ്റ്റർ അനുസ്മരണം. മുള്ളൂർക്കര SN നഗറിൽ 150 മീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. നട്ടുപരിപാലിക്കുന്നതായി സംശയിക്കുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത് വടക്കാഞ്ചേരി എക്സൈസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ. മഴ ഉത്സവമാക്കി ചെറുതുരുത്തിയിലെ കലാസാംസ്കാരിക പ്രവർത്തകർ. നിള ക്യാമ്പസിൽ നടന്ന മഴോത്സവം വേറിട്ട അനുഭവമായി. മഴോത്സവം സംഘടിപ്പിച്ചത് കലാമണ്ഡലത്തിൻ്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ. മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. മണ്ണൂർ പത്തിരിപ്പാല റോഡിലെ കൈവരിയില്ലാത്ത കനാൽ പാലം അപകട ഭീഷണിയാകുന്നു. പൊതുമരാമത്ത് റോഡിലെ കനാൽ പാലം മണ്ണൂർ SBIക്ക് സമീപം. ഗതാഗത തിരക്കേറിയ പാതയിൽ അപകടക്കണിയായ പാലത്തിന് ഉടൻ കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.